SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കോൺഗ്രസ് MP മാണിക്യം ടാഗോറാണ് നോട്ടീസ് നൽകിയത്. BLOമാരുടെ മരണത്തിൽ കോൺഗ്രസ് MP രേണുക ചൗധരിയും പ്രത്യേകം നോട്ടീസ് നൽകി. SIRമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MPയും AP അബ്ദുൽ വഹാബ് MPയും നോട്ടീസ് നൽകിയിട്ടുണ്ട്. സജു വി ജോൺ ചേരുന്നു. സജു, കുറേ വിഷയങ്ങളിൽ സജു തോമസ് വിവരണമായി ചേരുന്നു. സജു, കുറേ നോട്ടീസുകളുണ്ടല്ലോ, എന്തൊക്കെ വിഷയത്തിലാണ് നോട്ടീസ്? അജംസ്, പ്രധാനമായിട്ടും SIRമായി ബന്ധപ്പെട്ടാണ് രാജ്യസഭയിലും ലോക്സഭയിലും നോട്ടീസുകൾ നൽകിയിരിക്കുന്നത്. വിവിധ MPമാർ SIRമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ ചട്ടം 267 പ്രകാരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് വിവിധ MPമാർ നോട്ടീസ് നൽകി. അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് ആണ് ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ റൂൾ 267 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ നോട്ടീസ് നൽകിയത്. പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിന്റെ അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിലും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് MP, അബ്ദുൽ വഹാബ് MP, രേണുക ചൗധരി, BLOമാരുടെ മരണം ഒക്കെയും പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് MP ആയിരിക്കുന്ന രേണുക ചൗധരിയും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാണിക്യം ടാഗോർ, കോൺഗ്രസ് നേതാവായിരിക്കുന്ന മാണിക്യം ടാഗോറും ലോക്സഭയിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SIRമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളുണ്ട്. അതിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി BLOമാരാണ് ആത്മഹത്യ ചെയ്തത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ പാർലമെന്റ് ഇരുസഭകളിലും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിൽ പാർലമെന്റ് നടപടി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം കോൺഗ്രസിനെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർത്തിയിരുന്നത്. പ്രത്യേകിച്ച് ബീഹാറിൽ ഉണ്ടായിട്ടുള്ള വലിയ വിജയത്തിൽ, വലിയ ആത്മവിശ്വാസത്തിലാണ് ഭരണപക്ഷം. എന്തായാലും ഇപ്പോൾ സഭാ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് വിവിധ വിഷയങ്ങൾ മേലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയത്. ബെന്നി ബെഹനാൻ MP ഡൽഹിയിലെ വായു മലിനീകരണവുമായി ബന്ധപ്പെടുകയും ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് MPമാർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഈ വിഷയങ്ങളൊന്നും തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഈ വിഷയങ്ങളൊന്നും തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയ്ക്കോ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് സമാനമായിട്ടുള്ള ഒരു നടപടി തന്നെയായിരിക്കും ഈ വിഷയങ്ങൾ എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സഭാ നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് വിവിധ MPമാർ ഈ വിഷയങ്ങളൊക്കെയും നോട്ടീസ് നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് SIRമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അത് ഇരുസഭകളിലും ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് നിരവധി BLOമാർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതിപ്പോൾ ഗുജറാത്ത് ആയിക്കോട്ടെ, മധ്യപ്രദേശ് ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, UP ആയിക്കോട്ടെ, മറ്റെല്ലാ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ കേരളമായിക്കോട്ടെ, വിവിധ സംസ്ഥാനങ്ങളിൽ BLOമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതായത് അമിത ജോലിഭാരം പങ്കുവെച്ചുകൊണ്ടാണ് ഈ BLOമാർ ജീവൻ ഒടുക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. അതായത് വളരെ വേഗത്തിൽ SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ, അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നോ ഒരു നടപടി ഉണ്ടായിട്ട്, അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ചർച്ച വേണമെന്നാണ് പ്രധാനപ്പെട്ട MPമാർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി വലിയ വിമർശനം ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസും അതോടൊപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും രാജ്യത്തിന്റെ വികസനോത്മകമായിട്ടുള്ള രീതിയിലാണ് മുൻപോട്ട് നീങ്ങേണ്ടത്. അതായത് നാടകം കളിക്കാൻ വേണ്ടി പാർലമെന്റിൽ വരരുത് എന്നുള്ള ചില പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം കൂടി ഉന്നയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പാർലമെന്റ് ഇരുസഭകളും നാടകം കളിക്കുകയാണ്. വോട്ടിന് വേണ്ടിയുള്ള ഇത്തരം നാടകങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ള വിമർശനം കൂടി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ രൂക്ഷമായിട്ട് വിമർശന പശ്ചാത്തലത്തിൽ ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അജിംസ്.